മറ്റൊരു ആവേശകരമായ IPL സീസൺ കൂടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകൾ മത്സരഫലങ്ങളെക്കാൾ ഉപരി കളിക്കളത്തിന് പുറത്തും ഡെക്കൗട്ടിലും നടക്കുന്ന നാടകീയ സംഭവങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. മലയാളി താരം സഞ്ജു എന്ന ക്യാപ്റ്റൻ ടീം വിട്ടതിനു ശേഷം രാജസ്ഥാൻ റോയൽസ് കളിക്കുന്ന ആദ്യ സീസൺ എന്ന നിലയിൽ ക്രിക്കറ്റ് നിരീക്ഷകർ കടുത്ത ആശങ്കയോടെയാണ് ഈ വർഷം ടീമിനെ നോക്കിക്കണ്ടത്. എന്നാൽ ആ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ രാജസ്ഥാന് കഴിഞ്ഞത്. കപ്പിലേക്ക് എത്തിയില്ലെങ്കിലും രാജസ്ഥാന്റെ ഈ മുന്നേറ്റം വളരെ പ്രശംസനീയമാണ്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസുമായി നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിന് ശേഷം ഡെക്കോട്ടിൽ അരങ്ങേറിയ ചില അനിഷ്ട സംഭവങ്ങൾ രാജസ്ഥാൻ ക്യാമ്പിലെ ആഭ്യന്തര തർക്കങ്ങളെ പരസ്യമാക്കിയിരിക്കുകയാണ്. ടീമിന്റെ നെടുംതൂണായി മാറിയ 15 വയസ്സ് മാത്രം പ്രായമുള്ള വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയെ നായകൻ റിയാൻ പരാഗ് പരസ്യമായി ശകാരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കായിക ലോകത്തും കടുത്ത അമർഷത്തിന് കാരണമായിരിക്കുന്നത്. സീസണിലുടനീളം അവിശ്വസനീയമായി ബാറ്റിംഗ് കാഴ്ചവെച്ച ഒരു കൗമാരതാരത്തോട് നായകൻ കാണിച്ച ഈ സമീപനം ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം വലിയൊരു ക്രിക്കറ്റ് ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഈ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് പടുത്തുയർത്തിയ വിജയങ്ങളുടെ എല്ലാം അടിത്തറ 15-കാരനായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നായിരുന്നു. പ്ലേ ഓഫ് പോലുള്ള കടുത്ത സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ മുതിർന്ന താരങ്ങൾ പോലും പതറുമ്പോൾ ഭയമില്ലാതെ സിക്സറുകൾ പായിച്ച് രാജസ്ഥാന്റെ രക്ഷകനാകാൻ ഈ ഇടംകയ്യൻ ബാറ്റർക്ക് കഴിഞ്ഞു. എന്നാൽ പ്ലേ ഓഫിലെ തുടർച്ചയായ 2 മത്സരങ്ങളിലാണ് താരം 90കളിൽ നിർഭാഗ്യകരമായി പുറത്തായത്. ആദ്യ പ്ലേ ഓഫ് മത്സരമായ എലിമിനേറ്ററിൽ വെറും 29 പന്തുകളിൽ നിന്നാണ് വൈഭവ് 97 റൺസ് അടിച്ചുകൂട്ടിയത്. ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച T20 ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ അവിടെയും സെഞ്ചുറിക്ക് 3 റൺസ് അകലെ താരം വീണു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ നിർണായകമായ 2ാം ക്വാളിഫയറിലും വൈഭവ് തന്റെ ആക്രമണപരമായ ബാറ്റിംഗ് ശൈലി തുടർന്നു. 47 പന്തിൽ 96 റൺസ് എടുത്ത ടീമിനെ 200 റൺസ് എന്ന സുരക്ഷിത തീരത്തേക്ക് എത്തിച്ചു. എന്നാൽ 18ാം ഓവറിൽ താരം പുറത്തായ രീതിയാണ് ക്യാപ്റ്റനെ ചൊടിപ്പിച്ചത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ തൊട്ടു മുമ്പത്തെ മത്സരത്തിൽ വൈഭവ് ഏത് രീതിയിലാണ് പുറത്തായത് അതിന്റെ കൃത്യമായ റീപ്ലേ ആയിരുന്നു ഗുജറാത്തിനെതിരായുള്ള മത്സരത്തിലും കണ്ടത്. ഇതാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗിനെ കടുത്ത ദേഷ്യത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. റബാഡ എറിഞ്ഞ 18ാം ഓവറിലെ ഒരു പന്ത് ഓഫ് സ്പിന്നിന് വളരെ വെളിയിലായിരുന്നു. ഒരു വൈൽഡ് ഷോട്ട് ബോൾ പരീക്ഷണമായിരുന്നു റബാഡ നടത്തിയത്. ആ പന്തിനെ തേർഡ് മാൻ ഫീൽഡർക്ക് മുകളിലൂടെ അപ്പർ കട്ട് ചെയ്ത് 6-ഓ 4-ഓ നേടാനായിരുന്നു വൈഭവിന്റെ ശ്രമം. എന്നാൽ പന്തിന്റെ വേഗതയും ബൗൺസും കൃത്യമായി കണക്കുകൂട്ടുന്നതിൽ യുവതാരത്തിന്റെ ടൈമിംഗ് പിഴച്ചു. പ്രതീക്ഷിച്ചതുപോലെ പന്തിന് ദൂരം കണ്ടെത്താനായില്ല. അത് നേരത്തെ തേർഡ് മാൻ അതിർത്തിയിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന പ്രസിദ്ധ് കൃഷ്ണയുടെ കൈകളിൽ സുരക്ഷിതമായി അവസാനിച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഓൾ ടൈം സെഞ്ചുറി എന്ന റെക്കോർഡിന് തൊട്ടരികിൽ വെച്ചാണ് വൈഭവ് വീണ്ടും പുറത്തായത്. വിക്കറ്റ് നഷ്ടമായതിന്റെ കടുത്ത നിരാശയിലും ദേഷ്യത്തിലും സ്വയം പിഴച്ചുകൊണ്ടാണ് വൈഭവ് ക്രീസ് വിട്ടത്. വിക്കറ്റ് നഷ്ടപ്പെട്ട് കടുത്ത മാനസിക വിഷമത്തോടെ ഡെക്കോട്ടിലേക്ക് മടങ്ങിയെത്തി ഇരിക്കുകയായിരുന്ന വൈഭവിന്റെ അടുത്തേക്ക് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ദേഷ്യത്തോടെ നടന്നു വരുന്ന ദൃശ്യങ്ങൾ തത്സമയ സംരക്ഷണത്തിനിടെ ക്യാമറകൾ വ്യക്തമായി ഒപ്പിയെടുത്തിരുന്നു. പരാഗ് വൈഭവിന് നേരെ നിന്നും കടുത്ത ദേഷ്യത്തോടെ എന്തൊക്കെയോ സംസാരിക്കുന്നതും കൈകൾ ചലിപ്പിച്ച് ആംഗ്യ വിക്ഷേപണങ്ങളോടെ ചൂടാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഒരു 15 വയസ്സുകാരൻ പയ്യൻ 18 ഓവറോളം ക്രീസിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ടീമിനെ തോളിലേറ്റിയ ശേഷം അവസാന നിമിഷത്തിൽ ഇത്തരമൊരു മോശം ഷോട്ട് കളിച്ച് വിക്കറ്റ് കളഞ്ഞതിനോടായിരുന്നു പരാഗിന്റെ വിയോജിപ്പ്. മുതിർന്ന കളിക്കാരെ പോലെ ഉത്തരവാദിത്തത്തോടെ കളി പൂർത്തിയാക്കി മടങ്ങണമായിരുന്നു എന്ന സന്ദേശമാണ് പരാഗ് നൽകാൻ ശ്രമിച്ചതെങ്കിലും അത് പ്രകടിപ്പിച്ച രീതി തികച്ചും മോശമായി പോയി എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. നായകൻ ചീത്ത പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞ് നിരാശനായി തലതാഴ്ത്തി ഇരിക്കുകയായിരുന്നു വൈഭവ്. ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഹെൻറിച്ച് ക്ലാസൻ തുടങ്ങിയ അന്താരാഷ്ട്ര സൂപ്പർ താരങ്ങളെല്ലാം അണിനിരന്ന ഒരു ടൂർണമെന്റിലാണ് കേവലം 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി തന്റെ പേര് ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർത്തത്. ഈ സീസണിലെ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് വൈഭവിന്റെ തലയിലാണ്. ആകെ മത്സരങ്ങൾ 16, ആകെ റൺസ് 776, ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് 237.30, അർദ്ധ സെഞ്ചുറികൾ 5, സെഞ്ചുറി 1, 72 സിക്സറുകൾ. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സര പരിചയവും ഇല്ലാതെ വന്ന് ലോകത്തിലെ ഏറ്റവും കടുത്ത ആഭ്യന്തര ക്രിക്കറ്റ് ലീഗിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു കൗമാര താരത്തെയാണ് രാജസ്ഥാൻ നായകൻ പരസ്യമായി അപമാനിച്ചത്. സഞ്ജുവിന്റെ അഭാവത്തിലും 3-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് രാജസ്ഥാന്റെ വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ്. പ്രത്യേകിച്ചും വൈഭവ് സൂര്യവംശിയെ പോലുള്ളൊരു യുവപ്രതിഭയെ കണ്ടെത്താൻ കഴിഞ്ഞത് ടീമിന്റെ വലിയൊരു നേട്ടമാണ്. എന്നാൽ ടീമിനുള്ളിലെ ഇത്തരം ആഭ്യന്തര തർക്കങ്ങളും നായകന്റെ പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും വരും സീസണുകളിൽ ടീമിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ വലിയൊരു ഭാവിയാണ്.
ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പ്രകടനം നടത്തിയ അദ്ദേഹത്തിന് വരും വർഷങ്ങളിൽ കൂടുതൽ പിന്തുണയും മാനസികമായി കരുത്തും നൽകാൻ ഫ്രാഞ്ചൈസി അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയാൻ പരാഗ് എന്ന യുവനായകൻ തന്റെ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും കൂടുതൽ പക്വത കൈവരിക്കേണ്ടതുണ്ടെന്ന ശക്തമായ പാഠമാണ് ഈ IPL സീസൺ നൽകുന്നത്. ഡെക്കോട്ടിലെ കനലുകളും വരും ദിവസങ്ങളിൽ കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും വൈഭവ് സൂര്യവംശി എന്ന വണ്ടർ കിഡിന്റെ ബാറ്റിംഗ് വിസ്മയം IPL ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമായി എന്നും അവശേഷിക്കും.